ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ 5 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. അബുദാബിയിലെ കസാദ് പ്രത്യേക സാമ്പത്തിക മേഖലയിലായിരുന്നു ആക്രമണം. രണ്ടിടത്ത് തീപിടുത്തമുണ്ടായി. സുരേഷ് വെള്ളിമുറ്റമുണ്ട്. സുരേഷ്, എപ്പോഴായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്? 5 ഇന്ത്യക്കാർക്ക് മാത്രമാണോ അതോ അവിടെയുള്ള തദ്ദേശീയർക്കും പരിക്കുണ്ടോ? ഇപ്പോഴത്തെ വിവരമനുസരിച്ച് 5 പേർക്കാണ് പരിക്കേറ്റതായി അബുദാബി മീഡിയ ഓഫീസ് അറിയിക്കുന്നത്. ഈ 5 പേരും ഇന്ത്യക്കാരാണെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം അബുദാബിയിലെ ഏറ്റവും വലിയ സാമ്പത്തിക മേഖലയാണ് ഖലീഫ എക്കണോമിക് സോൺ അബുദാബി എന്ന് പറയുന്നത്. കസാദ് എന്ന് പറയുന്നത് ദുബായിൽ നിന്നും വലിയ അകലെയല്ലാത്തൊരു സ്ഥലമാണ്. പ്രത്യേക സാമ്പത്തിക മേഖലയാണ് ഇത്. ഇവിടെയാണ് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ശക്തമായിട്ടുള്ള ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ ആക്രമണം പൂർണ്ണമായും തകർക്കാൻ UAE-ക്ക് കഴിഞ്ഞു. UAE പ്രതിരോധ സേന ആകാശത്ത് വെച്ച് തന്നെ മിസൈൽ തകർത്തു. പക്ഷേ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വീണാണ് 5 പേർക്കും പരിക്കേറ്റിട്ടുള്ളത്. ആ പരിക്ക് ചിലരുടെ നില ഗുരുതരമാണ് എന്ന് അബുദാബി മീഡിയ ഓഫീസ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. പുലർച്ചയോട് കൂടിയിട്ടാണ് ശക്തമായിട്ടുള്ള ആക്രമണം ഈ സാമ്പത്തിക മേഖലയിലേക്ക്, പ്രത്യേക സാമ്പത്തിക മേഖലയിലേക്ക് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സാമ്പത്തിക മേഖലയിലേക്ക് ആദ്യമായാണോ ആക്രമണം, അതോ നേരത്തെ തന്നെ ഇവരുടെ ടാർഗറ്റിലുള്ള പ്രദേശമാണോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കസാദിലേക്ക് ഇതിനു മുൻപ് ആക്രമണം നടന്നിട്ടില്ല. അബുദാബിയിലെ ഓയിൽ ഫീൽഡിലേക്കൊക്കെ അടക്കം ആക്രമണം നടത്തിയിരുന്നു. പക്ഷേ ഇവിടത്തേക്ക് ആക്രമണം നടന്നിരുന്നില്ല. ഇത് കിലോമീറ്ററുകളോട് പരന്നു കിടക്കുന്ന ഒരു വലിയ സാമ്പത്തിക മേഖലയാണ്. പ്രധാനമായും അവിടെ ലാർജസ്റ്റ് ഏറ്റവും വലിയ എമിറേറ്റിലെ ഏറ്റവും വലിയ ട്രേഡ് നടക്കുന്ന ഒരു സ്ഥലമാണ്. ഈ സാധന സാമഗ്രികൾ കൊണ്ടുവരികയും വരുന്ന ലോജിസ്റ്റിക് മേഖല കൂടിയാണ്. അതോടൊപ്പം തന്നെ വ്യവസായ മേഖലയാണ്. അപ്പോൾ വ്യാപാരം, വ്യവസായം, ലോജിസ്റ്റിക് ഇത് മൂന്നും കൂടെ ചേർന്ന് നടക്കുന്ന ഏറ്റവും വലിയ സാമ്പത്തിക മേഖലയാണ് ഈ കസാദ് എന്ന് പറയുന്നത്. അവിടെയാണ് ലക്ഷ്യം വെച്ചത്. ഇതിനു മുൻപ് ഈ കസാദിലേക്ക് ആക്രമണം നടന്നിട്ടില്ല. പക്ഷേ അബുദാബിയുടെ തന്നെ വിമാനത്താവളം ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയിരുന്നു. അതേപോലെ തന്നെ റുവൈസ് അടക്കമുള്ള എണ്ണ ശുദ്ധീകരണ കേന്ദ്രങ്ങളിലേക്കും അതോടൊപ്പം എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളിലേക്കും ആക്രമണം നടത്തിയിരുന്നു. ഇങ്ങനെ സാമ്പത്തിക മേഖലകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് രാജ്യത്തിന്റെ സാമ്പത്തികാവസ്ഥ തകർക്കുന്ന വിധത്തിൽ അത്തരം കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നും ആക്രമണം നടക്കുന്നത്. ഇപ്പോൾ തീപിടുത്തം ഉണ്ടായി എന്നടക്കമുള്ള വിവരങ്ങൾ ഉണ്ടായല്ലോ. ഇപ്പോൾ ആകാശത്ത് വച്ച് പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് പ്രതിരോധിച്ചു. അവശിഷ്ടങ്ങൾ വീണാണ് ഇവർക്കെല്ലാം പരിക്ക് പറ്റിയത് എന്നാണല്ലോ അവിടുത്തെ മീഡിയ ഡിപ്പാർട്ട്മെന്റ് അറിയിക്കുന്നത്. തീപിടുത്തത്തിന്റെ മറ്റ് വിശദാംശങ്ങൾ എന്താണ്? രണ്ടിടത്താണ് തീപിടുത്തമുണ്ടായത്. ഈ രണ്ടും തീപിടുത്തമുണ്ടായത് മുകളിൽ നിന്നും അവശിഷ്ടങ്ങൾ കത്തിക്കൊണ്ട് നേരെ താഴേക്ക് വീണിട്ടാണ് തീപിടുത്തമുണ്ടായത്. 2 കെട്ടിടങ്ങൾക്കാണ് തീപിടുത്തം. കെട്ടിടങ്ങളുടെ ഫയലുകളും സാധന സാമഗ്രികളും ഒക്കെ ഭാഗികമായി കത്തി നശിച്ചു. പക്ഷേ ആ തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തീ ഇപ്പോൾ ആളിക്കടത്തുന്ന ഒരു സാഹചര്യമൊന്നുമില്ല. പക്ഷേ ആ മേഖലയിൽ വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ സുരക്ഷ മേഖലയിലേക്ക് വാഹനങ്ങളൊന്നും കടത്തിവിടുന്നില്ല. അത്രത്തോളം സുരക്ഷയുണ്ട്. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനം ഈ കഴിഞ്ഞ 29ാമത്തെ ദിവസമാണ് ഇന്ന് ഇപ്പോൾ ആക്രമണം തുടങ്ങിയിട്ട്. ഫെബ്രുവരി 28-ന് ആക്രമണം തുടങ്ങുന്നു. ഇത്രയും ദിവസത്തെ ഒരു ദിവസം പോലും UAE-ക്ക് നേരെ ഇറാനിൽ നിന്നും ആക്രമണം ഉണ്ടാകാത്ത ദിവസമില്ല. അത് ചിലപ്പോൾ 6 മിസൈലുകൾ അല്ലെങ്കിൽ 9 മിസൈലുകൾ 36 ഡ്രോണുകൾ ഉപയോഗിച്ച് വരെ ആക്രമണം നടത്തിയിട്ടുള്ള ദിവസങ്ങളുണ്ട്. ഈ ഇറാന്റെ ഏറ്റവും വലിയ ഗൾഫിലെ ടാർഗറ്റുകളിൽ ഏറ്റവും വലിയൊരു ടാർഗറ്റ് എന്ന് പറയുന്നത്, ഏറ്റവും അധികം ആക്രമണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന രാജ്യം എന്ന് പറയുന്നത് UAE ആണ്. പിന്നീട് 2ാം സ്ഥാനത്ത് അക്കാര്യത്തിലുള്ളത് കുവൈറ്റാണ്. കുവൈറ്റിലേക്കും UAE-യിലേക്കുമാണ് ഏറ്റവും അധികം ആക്രമണങ്ങൾ ഇറാൻ നടത്തിയിട്ടുള്ളത്. അക്കാര്യത്തിൽ വളരെ ശക്തമായി തന്നെ UAE പ്രതികരിക്കുന്നുമുണ്ട്. കാരണം ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ, ആൾനാശമാണെങ്കിൽ 11 ആളുകൾ മരിച്ചു പോകുന്നു. അതേപോലെ തന്നെ പരിക്കേറ്റവരാണെങ്കിൽ 171. ഇന്നത്തെ 5 പേരും കൂടെ വരുമ്പോഴേക്കും 176 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് വലിയ നാശനഷ്ടം ഇറാന്റെ ആക്രമണത്തിൽ ഏറ്റുവാങ്ങുന്ന ഒരു രാജ്യമാണ് UAE.